വിവോയുടെ V20 FRP അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അൺലോക്ക് ടൂൾ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മോഡൽ സെലക്ട് ചെയ്യാം. മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ ടെസ്റ്റ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ആ ടെസ്റ്റ് പോയിന്റിൽ പോയിട്ട് നമ്മൾ അവിടെ അതിൻ്റെ മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം അത് ടെസ്റ്റ് പോയി ഫൈൻഡ് ചെയ്യണം. ടെസ്റ്റ് പോയിന്റ് ഫൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ USB കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് പോയിന്റ് അതിൻ്റെ കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ അതിൻ്റെ മോഡൽ നമ്പർ ഏത് ഫോണാണോ വിവോ ആണ് വിവോ ഏത് മോഡൽ നമ്മൾ ചെയ്യാൻ പറ്റും. ഞാൻ വിവോൻ്റെ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പോയിന്റ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിച്ചു തരും. അപ്പോൾ ഈ ടെസ്റ്റ് പോയിന്റ് നമ്മൾ ട്യൂസർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഷോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഷോർട്ട് ചെയ്യുക, ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഷോർട്ട് ചെയ്തോടെ തന്നെ USB പ്ലഗ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ ഡ്രൈവർ അവിടെ എടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ക്ലോസ് ചെയ്യണം. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ FRP എന്നുള്ളൊരു ഭാഗമുണ്ട്. മോഡൽ തന്നെ ഏറ്റവും ടോപ്പിൽ തന്നെ റീസെറ്റ് FRP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ ഡ്രൈവർ കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അവിടെ കാണിച്ചു കൊടുക്കും വെയിറ്റിംഗ് ഫോർ ഡ്രൈവർ എന്ന് കാണിക്കും. കണ്ടോ, അവിടെ കാണിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ മൊബൈലിൻ്റെ ബാറ്ററി ഊരുക. ഫോൺ അയക്കണം കേട്ടോ. ഫോൺ അയച്ചതിന് ശേഷം ബാറ്ററി ഊരിയിട്ട് നമ്മളെ ടെസ്റ്റ് പോയിന്റ് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് പിടിക്കുക. നേരെ USB പ്ലഗ് ചെയ്യുക. അത് പ്ലഗ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഡ്രൈവർ എടുക്കുന്നുണ്ട്. അത് അവിടെ ഡൗൺലോഡിങ്ങിലാണ്. ഓക്കെ, ചില ആൾക്കാർ ഓൾറെഡി ഡ്രൈവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണക്റ്റ് ആവും. എൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ ആയിട്ടില്ല, പുതിയ വിൻഡോസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതവിടെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഡ്രൈവർ ഓട്ടോമാറ്റിക് നമ്മളെ സിസ്റ്റത്തിലെടുക്കും. പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, എടുത്തു കഴിഞ്ഞാൽ നേരെ തന്നെ FRP കണക്റ്റ് ആവും, റീസെറ്റ് ആവും. ജസ്റ്റ് നോക്കിയാൽ കണ്ട മനസ്സിലാവും. ഓക്കെ, ഇതിപ്പോൾ ഡൗൺലോഡിങ് ആയിട്ടുണ്ട്. ഏകദേശം ടൈമായി. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, 50%. അപ്പോൾ ഏകദേശം അതിപ്പോൾ ഇൻസ്റ്റാൾ ആവും. ഓട്ടോമാറ്റിക്കാണ്, എല്ലാം പെട്ടെന്ന് പരിപാടി ചെയ്യും. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഇപ്പം അവിടെ നമ്മളെ ഫോൺ അവിടെ കണക്റ്റായി. വേറെ FRP എന്നുള്ള ഭാഗത്തേക്ക് എത്തി, കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് എല്ലാം റീസെറ്റ് ആകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഉണ്ടോ, ഇപ്പോൾ നമ്മളെ ഡ്രൈവറൊക്കെ എടുത്ത് റീസെറ്റിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അൺലോക്ക് ടൂളിൽ നമ്മൾ വിവോ എന്നുള്ള V20 എല്ലാ മോഡലുണ്ട്, ഒരുപാട് മോഡലുണ്ട്. പല മോഡലും പല രൂപത്തിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മോഡൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.